ഇതൊക്കെ കുറെ കാര്യമുണ്ട് നിനക്ക്. അത് വെറുതെ ഒന്നല്ല അവിടെ വെച്ചേക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അതിക്കുമ്പോ എനിക്കൊരു കാര്യമുണ്ട്. ഇത് മതി. ഈ ലൈറ്റ് പ്രകാശിച്ചിരുന്നത് കണ്ടില്ലേ? പ്രകാശിച്ചിരുന്നത് കണ്ടില്ലേ? കണ്ടു. കറണ്ടിലാണ് ഇത് പ്രകാശിപ്പിക്കുന്നത്. അത് നിനക്കറിയാലോ. വൈദ്യുതി, ഈ വൈദ്യുതിയിൽ പ്രകാശിച്ചിരുന്ന ഈ ബൾബ് ഞാൻ വലിച്ചൂരി. ഇതിനകത്തേക്ക് കൈയിടാൻ പറ്റുമോ വിനീതേട്ടാ? വിനീതേട്ടൻ ഭയങ്കര ധൈര്യത്തിന്റെ ആളല്ലേ? ഞാൻ ധൈര്യത്തിന്റെ ആളാ, പക്ഷെ എനിക്കൊന്ന് കാണിച്ചു തരണം എങ്ങനെയാണെന്ന്. ഷീലാമ്മക്ക് പറ്റൂ? അയ്യോ, എനിക്ക് വിനീതൊക്കെ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം. എനിക്കൊരു ഗുരുനാഥനെ കിട്ടി. ഇതിലൊക്കെ പുള്ളി നിഷ്പ്രയാസം അങ്ങോട്ട് കൈയിടും. ഇതിലൊന്നും അല്ല. ഇനിയിപ്പോ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അവിടെ വരെ കയറി പിടിക്കും. ആ റേഞ്ച് മനുഷ്യൻ. എന്തിട്ട് ഷോക്ക് പുള്ളിക്ക്. ഇതൊന്നും ഒന്നുമല്ല. ഇപ്പൊ കാണിച്ചത് ഇത് എന്താ നടക്കാൻ പോണത്? കറണ്ട് മോഹിച്ചിട്ടോ. കഷ്ടമുണ്ട്. വിനീതേട്ടാ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കറണ്ട് മോഹൻ ചേട്ടൻ, അപ്പോ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് ഇവിടെ ചില കാര്യങ്ങൾ ആൻഡ് ചില എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങൾ നടത്താൻ പോവുകയാണ്. സോ നോക്കാം നമുക്ക്. ഓക്കെ, അത് നടത്താൻ പോകുന്നതിന് മുൻപ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെന്റ് ഓഫ് കേരളയുടെയും മുന്നറിയിപ്പുണ്ട്. വൈദ്യുതി എന്ന് പറഞ്ഞാൽ വളരെ വളരെ മാരകവും ജസ്റ്റ് ലൈക്ക് എ സൈനൈഡ് കണക്കാണ്. അത് കളിക്കുകയോ ഭക്ഷിക്കുകയോ വൈദ്യുതി പ്രാക്ടീസ് ചെയ്യുകയോ ഇത് അനുകരിക്കാനോ പാടുള്ളതല്ല. ബ്രിട്ടീഷ് ന്യൂസ് ചാനലിലേക്ക് വിളിച്ചിരുന്നു. ഞാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഷുഗർ ഇപ്പോൾ 22 നിന്ന് 24 ആയുള്ളൂ. ഷുഗർ ഡൗൺ ആയിരിക്കുകയാണ്. വേറെ ഒരു അസുഖവും ഇല്ല. എനിക്ക് മുറിവ് വന്നാൽ മഞ്ഞൾ പൊടി മാത്രമേ ഉപയോഗിക്കാനുള്ളൂ. മരുന്നുകളൊന്നും ഉപയോഗിക്കാനൊക്കെയില്ല. അതുപോലെ ഇരുട്ടത്ത് എനിക്ക് നിൽക്കാനൊക്കെയില്ല. മദ്യത്തിൽ നിൽക്കാനൊക്കെയില്ല. മദ്യം വാടക മനസ്സിൽ കാണാനൊക്കെയില്ല. മണക്കാനൊക്കെയില്ല. സിഗരറ്റിന്റെ പുക എനിക്ക് മണക്കാനൊക്കെയില്ല. ശ്വസിക്കാനൊക്കെയില്ല. ഇതെല്ലാം അലർജിയാണ്. ഇപ്പൊ ഈ ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്റെ 4 ആളുകളുടെ ശക്തി എനിക്ക് ഉണ്ടാവും. ഇതെല്ലാം അടിച്ചു ഞാൻ പൊട്ടിക്കും. അത് ഇരുട്ട് എനിക്ക് വളരെ അലർജിയാ. എന്റെ അമ്മ, ഇത് സംഭവം നടക്കാനുള്ള കാരണം എന്റെ അമ്മ 7.5 വയസ്സിലാണ് മരിക്കുന്നത്. കൊല്ലത്ത് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് സ്കൂൾ 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ മരിക്കുന്നത്. അതിനുശേഷം ക്ലാസ്സിലേക്ക് 12 രൂപ സ്കൂൾ ഫീസ് അടയ്ക്കാൻ ഗതിയില വന്നപ്പോൾ ഞാൻ ട്രാൻസ്ഫോമറിൽ സൂസൈഡ് ചെയ്യാൻ പോയതാണ്. ഇപ്പൊ 40 വർഷമായി. ഇപ്പൊ എനിക്ക് 49 വയസ്സായി. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞായിരുന്നു. ചേട്ടൻ മരിക്കാൻ വേണ്ടി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫോമറിൽ കയറി പിടിക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു. അത് ബഹു രസം. രാത്രി 9 മണിക്കായിരുന്നു. അന്ന് ട്രാൻസ്ഫോമറൊക്കെ തടിയുടെ പുറത്ത് എടുത്ത് വെച്ചേക്കുന്നത്. ഇന്നത്തെ കണക്ക് വളരെ സേഫ്റ്റി ആയിട്ടല്ല. അപ്പൊ താന്നിരിക്കായിരുന്നു. അപ്പൊ ഞാനത് നോക്കിയിട്ടുണ്ടപ്പോ ബീറ്റ് പോലീസുകാർ കറുത്ത കമ്പിളിട്ടുകൊണ്ടും വേറെ മാറിയിരിക്കായിരുന്നു. ഞാൻ എന്തോ ട്രാൻസ്ഫോമറിന് അടിച്ചു മാറ്റാൻ നിൽക്കാന്ന് വിചാരിച്ച് അവർ ശ്രദ്ധിച്ചായിരുന്നു. ഇവര് ഡേ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഞാൻ കയറി പിടിച്ചതും ബീറ്റ് പോലീസുകാർ എന്റെ മുഖത്ത് ഷട്ടി പിടിച്ച് അവര് കറണ്ടടിച്ച് വീണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്നെ പുറക്കിട്ട് പിടിച്ച്. അപ്പൊ താങ്കൾക്ക് കറണ്ട് എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല, അല്ലെങ്കിൽ ഇതിക്ക് മുമ്പ് അറിയില്ലായിരുന്നു? അപ്പോഴാണ് കണ്ടുപിടിച്ചത്. പോയതാ. എനിക്ക് കണ്ടടിക്കുന്നു കണ്ടടിക്കത്തില്ല എന്നൊന്നും അറിയത്തില്ല. കറണ്ട് അടിക്കില്ല, പക്ഷെ കണ്ടക്ട് ചെയ്യും. മറ്റുള്ളവർ പിടിച്ചപ്പോ ഷോക്ക് അടിക്കും. അന്നാണ് അറിഞ്ഞത്. വയറിംഗ് ഒക്കെ കറക്റ്റ് ആണ്. എന്റെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ OB പോസിറ്റീവാ. ബ്ലഡ് ഗ്രൂപ്പ് OB പോസിറ്റീവാ. ബ്രൗണിഷ് കളർ ബ്ലഡാ. എനിക്ക് ബ്ലഡില് ഗ്ലൂക്കോസ് ഒന്നും ചേർക്കാനൊക്കെ ഇല്ല. എല്ലാ இந்த blood group காரங்களுக்கு இது ஒன்னு இருக்குமா? ഈ ഗ്രൂപ്പ് ആർക്കും ഇല്ല. AB ഉണ്ട്, OB ഇല്ല. എന്തായാലേ സൂയിസൈഡ് ചെയ്യാൻ പോയത് ഇലക്ട്രിസിറ്റി, അതോടെ തന്നെ അടുത്ത 42 ഇയേഴ്സ് അത് വെച്ചിട്ട് തന്നെ ഒരു വലിയ വലിയ മനുഷ്യനായി, വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയി. ഇത് അമ്മ എന്നെ സഹായിച്ചോണ്ടിരിക്കുക. എന്റെ അമ്മ, പെറ്റമ്മ 7 വയസ്സിൽ പോയ ശേഷം വളരെയേറെ കഷ്ടപ്പെട്ടവനായിരുന്നു. അമ്പലത്തിൽ നിന്നാണ് ഞാൻ ജീവിച്ചത്. അമ്പലത്തിൽ കിടന്നാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് എല്ലാം ഈശ്വരന്റെ കാരണവും പടച്ചവന്റെ അനുഗ്രഹവും എല്ലാം. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഐ എം സോറി, ഐ എം വെരി സോറി.
എൻ്റെ ബോഡി പ്ലാസ്റ്റിക് ആണോ, സർജറി ചെയ്തിട്ടുണ്ടോ, അതോ സാധാരണ ബോഡിയാണോ, സ്കിന്ന് സാധാരണ ആണോ എന്ന് ഒരു 100-ന്റെ ബൾബ് വെച്ച് ടെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ആദ്യത്തെ പ്രോഗ്രാം. ഓക്കെ, നടക്കട്ടെ. All the very best. ഒരു പെഡസ്റ്റൽ ഫാൻ പ്രവർത്തിപ്പിക്കുകയാണ്. വാട്ട്സിന്റെ 4 ബൾബ് അത് ഇതുപോലെ ഒന്ന് പ്രവർത്തിപ്പിക്കുകയാണ്. വാട്ട്സ് 15 ആംപിയറിന്റെ ഒരു വാക്യൂം ക്ലീനർ പ്രവർത്തിപ്പിക്കുകയാണ്. വോൾട്ട് 1000 വാട്ട്സ് റേഞ്ചുള്ള നെഗറ്റീവും പോസിറ്റീവും ഇടത് കൈയിലും വലത് കൈയിലുമായി ഹോൾഡ് ചെയ്യാണ്. ഒരു സർക്യൂട്ടിന്റെ ശരീരത്തിലേക്ക് പൂർത്തിയാക്കുകയാണ്.
ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കുകയാണ്. മിക്സിയിൽ മുന്തിരിങ്ങ ഇട്ട് ജ്യൂസ് അടിക്കുകയാണ്. ദയവായി ശ്രദ്ധിക്കുക. ഉഗ്രം ഉജ്ജ്വലത്തിലെ ഈ പ്രോഗ്രാം ലാസ്റ്റ് ഐറ്റം അത് ഇച്ചിരി കുഴപ്പമുള്ളതാണ്. ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാനുള്ളത്. ചെമ്പ് അടുത്ത കമ്പി ശരീരത്തിൽ ചുറ്റിക്കൊണ്ട 2000 വാട്ട് ഹോട്ട് പ്ലേറ്റ് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് അതിനകത്താണ് പാചകം ചെയ്യുന്നത്. ശരീരത്തിലൂടെ വൈദ്യുതി ഉണ്ടെന്നറിയാൻ വേണ്ടി കാൽപാദത്തിലൊരു ബൾബിന്റെ കണക്ഷൻ കൊടുത്തുകൊണ്ട് അത് ഇൻഡിക്കേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. judgment. I'm very curious. ചേച്ചി ചേച്ചി ഇപ്പൊ പറയാനൊന്നുമില്ല. ചേച്ചി ഷോക്ക്. ചേച്ചിക്ക് ഷോക്ക് അടിച്ചിരിക്കുന്നത് ഇപ്പൊ. ദേവയാനിവിടെ കംപ്ലീറ്റ് ഫ്യൂസ് അടിച്ചു പോയിരിക്കുക. എന്താണ് സ്റ്റാൻഡിംഗ് ഓവേഷൻ. Unbelievable, sir. Unbelievable. I don't know how you do this, but you are God gifted and you are something really abnormal. You are not normal. You are an abnormal person with this kind of an abnormal quality. It's great, sir. In the blood group, வேற யாருக்கும் இல்லையா உலகத்துல? இல்ல வேற யாருக்குமே கிடையாது. You are the only one person in this whole world with this blood group. ஆமாமா. OB positive. OB positive. Great. And see his when he was doing these activities, face la endha vidhamana or reaction illa. It is so calm. So this thing ore and kaal vera adu tatti kaal la enna pannittu irundinga sir? Adu earthing ന് വേണ്ടിയായിരുന്നു. earthing. Lovely, sir. Great. Thank you.
കരൺ മോഹൻ, നിങ്ങൾ നമ്മുടെ നാട്ടിൽ ജനിച്ചത് നിങ്ങളുടെ ഈ നാട്ടിന് തന്നെ ഒരു നഷ്ടം തന്നെയാണ് വാസ്തവത്തിൽ. നിങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രിയിലാണെങ്കിൽ നിങ്ങൾ എവിടെയോ പോയേനെ, നിങ്ങൾ എവിടെയോ കൊണ്ടുപോയി അവർ നിർത്തിയേനെ. ഇവിടെ ഒരു വിലയില്ലല്ലോ നമ്മുടെ നാട്ടില്. പിന്നെ മോഹന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഭാര്യ തെറിച്ച് വീഴല്ലോ കൂടെ പിള്ളേരെ കൊണ്ടോ? ഭാര്യയ്ക്ക് ഇതൊക്കെ വലിയ വിഷമമാണ്. പരിപാടിക്ക് പോകുന്നു പറഞ്ഞിട്ടല്ല വരുന്നത്. പിന്നെ എന്തെങ്കിലും സാധനം എറണാകുളത്ത് സാധനം മേടിക്കാൻ വരും എന്ന് പറഞ്ഞാ വരുന്നത്. പിന്നെ എന്റെ മോനുണ്ട്, രണ്ട് മോനും ഒരു മോളും. മോള് ബികോം കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. പിന്നെ അത് കഴിഞ്ഞ് എന്റെ മൂത്തവൻ ഓട്ടീസിലെ ലിഫ്റ്റിന്റെ കോൺട്രാക്ടറാ. ഇളയ മോനാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. എന്റെ മോൻ മരിച്ചിട്ട് 3 വർഷമായി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഫോണിൽ സംസാരിച്ചിട്ട് വന്നപ്പോൾ 28,000 രൂപ ശമ്പളമായിരുന്നു. ടെക്നോ പറ ഇലക്ട്രിക് ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ 6:50 രാത്രി സന്ധ്യയ്ക്ക് 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കൊണ്ടിട്ട് ട്രെയിനിൽ നിന്ന് മേളിൽ ഓപ്പിച്ച് വരാനുള്ളതിന് നേരെ കയറി വന്ന് ഷട്ടിങ് ട്രെയിൻ ഒന്ന് ഇടിച്ച് എന്റെ മോനെ കൊണ്ടുപോയി. അപ്പൊ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ദുഃഖത്തിലാണ്. 3 വർഷമായി. ദൈവം കൊണ്ടുപോയി എന്ന് വിചാരിച്ചാ മതി. അവർക്കൊക്കെ എന്താ ബ്ലഡ് ഗ്രൂപ്പ്? അവർക്ക് സാധാരണ ബി പോസിറ്റീവ്, ബി നെഗറ്റീവ് ഒക്കെയാ. അപ്പൊ ഭാര്യക്ക് ഒരിക്കൽ പോലും ഷോക്ക് അടിച്ചിട്ടില്ലേ? ഇല്ല, തൊടാൻ പാടില്ല, കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അത് ചെയ്യുമ്പോ മാത്രമേ. കൂടെ ഉള്ള നിങ്ങളുടെ അസിസ്റ്റന്റ് ഒന്നും ഇതുവരെയ്ക്കും ഒന്നും സംഭവിച്ചില്ല അല്ലല്ല? അസിസ്റ്റന്റിനെ ഒന്നും പ്രശ്നമൊന്നായില്ല? അസിസ്റ്റന്റ് വേറെ ആരും വരുത്തില്ല. അത് ശരി. വളരെ വളരെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഞങ്ങൾ കാണുന്നത്. ഇതുവരെയ്ക്കും എന്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങളായി ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുപോലെ ഇത്. സത്യത്തിൽ ഒരു ഗിഫ്റ്റഡ് ആളാണ് നിങ്ങൾ. ദൈവം അറിഞ്ഞുണ്ടാക്കിയ ഒരാളാണ്. ഓക്കെ. മോഹൻ സാർ, വാക്കുകളില്ല. തീർച്ചയായിട്ടും ഇതൊരു അപാര സിദ്ധി തന്നെ. നമ്മള് എനിക്കൊന്ന് അഗൈൻ രാജേഷിനോട് ശിവ ഡാൻസ് ഗ്രൂപ്പ് ഇങ്ങനത്തെ ഓരോ മിറക്കിൾസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അവരുടെ ടീം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ, ആർട്ടിസ്റ്റ്. റിസൾട്ട് എന്താണെന്ന് ചോദിക്കാം. ശിവ ഡാൻസ് ഗ്രൂപ്പിന് സ്മോൾ ഗോങ്, ബിഗ് ഗോങ്. ശിവ ഡാൻസ് ഗ്രൂപ്പിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് നമ്മളുടെ മുന്നിൽ വന്ന കരൺ മോഹൻ ചേട്ടൻ നമ്മളെ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ അമേസിംഗ് ആയിട്ടുള്ള ദൈവം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഈ കഴിവ് കൊണ്ട്. സോ ഇനിയും വന്നിട്ട് ഇതുപോലുള്ള മാരകമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെ കാണിച്ചു. നിറപറ ഉഗ്രം ഉജ്വലം സീസൺ 2 പവർഡ് ബൈ ആപ്കുലേറ്റ് അഡ്വാൻസിലെ അടുത്തത് ഒരു കണ്ടസ്റ്റന്റ് ആണ്. വേൾഡ് റെക്കോർഡ് ഹോൾഡർ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് പ്രയത്ൻ ശർമ്മ ഫ്രം മധ്യപ്രദേശ്. ബ്രേക്ക് കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താണ്? ബ്രേക്ക് കിട്ടും, कंट्रोल കിട്ടും. അത് കാരണമാണ് वर्ल्ड बुक ऑफ रिकॉर्ड्स, लिम्का वर्ल्ड बुक ऑफ रिकॉर्ड्स में आपका नाम आया है. जरा बता देंगे? लिम्का बुक ऑफ रिकॉर्ड्स में मेरे 9 रिकॉर्ड्स हैं. 9 रिकॉर्ड्स है. वेरी गुड, वेरी गुड. And also in India book of records. Also in India book of records. 14 വയസ്സേ ആയിട്ടുള്ളൂ. And he is a 9 times record holder in Limca Book of World Records and India Records. Brilliant. All the very best for your performance. Take me to the light. Take me to the sun.
Prayatna Sharma from Gwalior. Prayatnam was കഠിന പ്രയത്നം. excellent, गंभीरമായിട്ടുണ്ടായിരുന്നു. हम कह रहे कि बढ़िया है. आपकी क्या उम्र है प्रयत्न? 14 years. 14 years की उम्र में. And कब से ये कर रहे हैं आप? 10 years. 10 സാൽ से 4 വയസ്സ്. കൊല്ലമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് 4 വയസ്സിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ചേച്ചി स्कूल के बाद जाते थे क्लास के Yes, लिए ma'am. एवरी डे? Yes, ma'am. कौन लेके जाता है आपको? Papa, father. पापा. कि So, पापा आज आए हुए हैं वहाँ पे. अच्छा, आएंगे आप स्टेज पे? आइए पापा जी. आपकी मम्मी भी यहाँ है? मम्मी कहाँ है? I think without the parents' support, it is not possible, है ना? डेली स्कूल के बाद इनको क्लास ले जाना, इनको जो स्केटिंग, किसी को स्केटिंग पसंद है, किसी को डांस पसंद है, लेकिन जो एक्स्ट्रा करिकुलर एक्टिविटी होता है उसके लिए मम्मी डैडी बहुत रिस्पॉन्सिबल होते हैं. सुबह शाम दोनों टाइम प्रैक्टिस करता है. सुबह 4 बजे से मैं ही लेके जाता हूँ उसको. प्रैक्टिस मेरे सामने ही करता है. ये प्रोग्राम जो करता है छत पर हमने बना रखा है इस तरह से. छत पर ही प्रैक्टिस कराते हैं. And very graceful Prayatna. Thank This is a lovely Prayatna from your side. Keep continuing. Lovely. ശീലാമ്മ. മോനെ ശർമ്മ മോനെ വളരെ വളരെ നന്നായിരുന്നു. ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യാനൊത്തതെന്ന് മനസ്സിലായി. ഇനി വലിയൊരു സ്റ്റേജ് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ഐസിന്റെ മുകളിലൊക്കെ വലിയ ഈ US ഉള്ളതുപോലെ ഭയങ്കരമായിട്ടൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്തേനെ. ഇത്രയും ചെറിയ സ്ഥലത്ത് ഇതിനൊക്കെ ചെയ്യാനൊത്തത് ഭയങ്കരം തന്നെ കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. പിന്നെ ആ റിതമിക്കായിട്ട് യു ഡിഡ് ഇറ്റ്. I enjoyed it. Everybody will like it. Thank you, ma'am. പ്രയത്ന ശർമ്മ. what a beautiful name. Thank you, sir. ആ അച്ഛനും അമ്മ എന്താ അറിഞ്ഞോണ്ടാണ്, പ്രയത്നിക്കുന്ന മകനാണ്, അതാണ് പ്രയത്ന ശർമ്മ. ആൻഡ് ഇപ്പൊ പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞു ഒരു ദിവസം രാവിലെ 4 മണിക്ക്. പക്ഷെ അത് പുള്ളി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അത് പറഞ്ഞില്ല അങ്ങനെ. അവന്റെ ഇൻട്രസ്റ്റിനാണ് ഞാൻ രാവിലെയും വൈകുന്നേരവും പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ബ്ലെസ്ഡ് ടു ഹാവ് സച്ച് വണ്ടർഫുൾ പേരൻസ്. യു ആർ എ വെരി ബ്ലെസ്ഡ് ചൈൽഡ്. ഇന്നത്തെ പെർഫോമൻസ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഷീലാമ്മ പറഞ്ഞ പോലെ അതൊരു ഓപ്പൺ സ്പേസ് ആയിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ഡൺ മിറക്കിൾസ്. ബിക്കോസ് ഓഫ് കോഴ്സ് ഇവിടെ റെസ്ട്രിക്ഷൻ വരുമ്പോൾ അവർക്ക് തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് വളരെ അനായാസമായിട്ട് അതിൻ്റെതായ രീതിയിൽ പ്രയത്ന ശർമ്മ കാണിച്ചു. വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫ്ലോലെസ് ആൻഡ് വെരി സ്വീറ്റ് പെർഫോമൻസ്. Thank you, sir. Yes, judges, time for the results. What gong? ഉഗ്രം ഉജ്വലം. നിറപറ ഉഗ്രം ഉജ്വലം സീസൺ 2 പവർഡ് ബൈ ആപ്കൊലേറ്റ് അഡ്വാൻസിലെ മത്സര വിജയിക്ക് ലഭിക്കുന്നു സ്കീ ഐസ്ക്രീം നൽകുന്ന 25 ലക്ഷം രൂപ. നിറപറ ഉഗ്രം ഉജ്വലം സീസൺ 2 പവർഡ് ബൈ ആപ്കൊലേറ്റ് അഡ്വാൻസിലെ അടുത്തതായി വരുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തവണ ഒരുപാട് തവണ അല്ല 2 തവണ ഒമിനി വാൻ ആണി അടിയിൽ വെച്ച് കയറ്റി ഇറക്കിയ ആനക്കര സ്വദേശിയായ സെയ്ദ് അലി ചേട്ടൻ. ഇവിടെ ചെയ്യാൻ പോകുന്നത് 6 പേരുടെ മേലെ ആണി അട്ടിക്കട്ടിയിട്ടിട്ട് സാൻഡ്വിച്ച് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. 5 പേരപ്പോൾ നിലവിൽ വേൾഡ് റെക്കോർഡ് ഉള്ളത്. അത് ഞങ്ങൾ 6 ആളാക്കിയിട്ട് തകർക്കാനുള്ള ശ്രമമാണ്. So let's see. Okay. All the very best. Thanks. Thank you very much.
മൈ ഗോഡ്. ഓ മൈ ഗോഡ്, ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഉജ്വലം സീസൺ 2-ലെ ഫസ്റ്റ് ആക്ട്, നിങ്ങളുടെ സൈതക്കയുടെ ഫസ്റ്റ് ആക്ട് കണ്ടത് വേൾഡ് റെക്കോർഡ് പൊട്ടിച്ചിരിക്കുന്നതാണ്. ഇതുവരെ ഓൺ ദിസ് സ്റ്റേജ് ഇതുവരെ ഉള്ളതിൽ വെച്ച് 5 പേരാണ് ഈ ഒരു ആണിയുടെ മുകളിൽ കയറി കിടന്നിരിക്കുന്നത്. പക്ഷെ ഇത് മെൻ സാൻഡ്വിച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. 6 ഇഞ്ച് നീളമുള്ള മൂർച്ചയുള്ള ആണിയുടെ മുകളിൽ 6 പേരാണ് കയറി കിടന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും മുകളിൽ കിടന്ന ഇദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ്. യെസ് വിനീതേട്ടാ, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം നിറവറ ഉഗ്രം ഉജ്വലം സീസൺ 1-ന്റെ വേദിയിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരുപാട് കൂട്ടുകാർ പുറത്ത് കണ്ടായിരുന്നു, ഗൾഫിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് നല്ലൊരു വേദിയാണ്, നിനക്ക് ഒരുപാട് കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നൊരു വേദിയാണിത്, സോ നിനക്ക് പറ്റുന്നതെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ് കുറെ വീഡിയോ റെക്കോർഡിങ്സ് ഇവർക്ക് അയച്ചു കൊടുത്തു, ഒരുപാട് ഫോട്ടോസ് അയച്ചു കൊടുത്തു. അതിൽ ആ ഫോട്ടോ മാത്രമായിരുന്നില്ല. വാ, ഇൻക്രെഡിബിൾ. അതാണ് ആ ഡെഡിക്കേഷൻ ടു വാട്ട് ഹീസ് ഡൂയിങ്, യു നോ, ലൈക്ക് അതാണ് ആ ഫോക്കസ്. എനിക്കത് അച്ചീവ് ചെയ്യണം, അതിനു വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു. ഇൻക്രെഡിബിൾ. ഇതിൽ ഏറ്റവും വലിയ എനിക്കിത് വിജയിക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹം തന്ന എന്റെ നാട്ടുകാരാണ്. പിന്നെ എല്ലാവരും അറിയണം, ജഡ്ജസും അറിയണം, സീസൺ 1-ല് ഈ ടീം വന്നിട്ട് ഓഡിഷൻ കൊടുത്തിട്ട് പരാജയപ്പെട്ടിട്ട് ഔട്ടായിട്ട് പോയ ടീമാണ്. 1 വർഷം ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, മെഹനത്ത്, എഫേർട്ട് എല്ലാം ഇട്ടിട്ട് ആൻഡ് ടുഡേ ഈ സ്റ്റേജിൽ വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഭീഷ്മർ വന്ന് ഈ മുള്ള് ഇതിൽ കിടന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സത്യത്തിൽ ഇത് കാണുമ്പോഴേ ഭയങ്കരം തന്നെ കേട്ടോ, ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയൊരു കാര്യമാണ്. സാധാരണ ഒരു ആൾക്കാർക്ക് കിട്ടാവുന്ന ഒരു ഭാഗ്യമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഗൾഫിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഒരു ഫ്രണ്ട്സൊക്കെ കിട്ടാൻ നിങ്ങൾ പുണ്യവാനാണ്. ഇത്രയും നല്ല ഫ്രണ്ട്സൊക്കെ ഇത്രയും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ തീർച്ചയായിട്ടും ജയിക്കും എന്നൊക്കെ പറയുമ്പോ സത്യത്തിൽ അതൊരു വലിയ കാര്യമാണ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം എന്നുള്ള പറയുന്നതാണ്. അവസാനം ആ 3 കമ്പിന്റെ മേലെ കിടന്നിന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു എന്തിനായി ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത്രത്തോളം എനിക്ക് പേടിയായിപ്പോയി. എന്തെങ്കിലും സംഭവിച്ച് ഇങ്ങനെ കുത്തിപ്പോയാൽ പോയില്ലേ, ജീവൻ പോയില്ലേ. ദൈവമേ, എനിക്ക് അതൊക്കെ ഓർത്തിട്ട് പേടിയായിട്ട് വയ്യായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കാണുമ്പോൾ കേട്ടോ. സത്യത്തിൽ ഒന്നും സംഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബാക്കിലൊക്കെ ഇങ്ങനെ ചോരയോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡ്രസ് ഇട്ടിട്ടൊക്കെ എടുക്കുക, പിന്നീട് ദൈവത്തിന്റെ ഗുരുത്തം കൊണ്ടാണ് കിടന്നത്. അല്ല, അങ്ങനെ ചോരയൊക്കെ അങ്ങനെ വരുമല്ലേ ആദ്യം. ഓ മൈ ബാക്കില് അപ്പൊ നിങ്ങളുടെ 6 പേർക്കും അതും ഉണ്ടാവല്ലേ, നിങ്ങളുടെ കൂടെ കിടന്ന എല്ലാവർക്കും, ബാക്കിയുള്ള 5 പേർക്കും അവർക്ക് ഇത്രയൊക്കെ പ്രാക്ടീസ് വേണമല്ലോ. ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും. അത് ശരി. ഈ കരാത്തയിലുള്ളവർക്ക് മാത്രം ഇതൊക്കെ ചെയ്യാനൊക്കെ? അല്ല, എല്ലാവർക്കും. ഒരു മനുഷ്യൻ എന്ത് ഭൂമിയിൽ ചെയ്യേണ്ടത് മറ്റൊരു മനുഷ്യൻ ചെയ്യാം, പക്ഷെ അത് ചെയ്യുന്നതേ കാണുന്നുള്ളൂ. അതിന്റെ ബാക്കിലുള്ള കഠിനാധ്വാനം ആരും അറിയുന്നില്ല. കഠിനാധ്വാനാണ് ഇതിന്റെ ഒക്കെ കാരണം. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഇറ്റ് വാസ് വെരി ഡെയറിംഗ്. എല്ലാവർക്കും ഇതിൽ അഭിനന്ദനങ്ങൾ. എവ്രിബഡി ഹാസ് ടു ബി കൺഗ്രാറ്റുലേറ്റഡ് ബിക്കോസ് എവ്രിബഡീസ് ഹാർഡ് വർക്ക് ഇസ് ദേർ ഇൻ ദിസ്. എല്ലാരോടും എഫർട്ട് ഉണ്ട്. ഇത് പ്രോപ്പർട്ടീസ് എല്ലാം நீங்க கொண்டு வந்தீங்களா இல்ல இங்க ரெடி பண்ணீங்களா? ഞങ്ങൾ கொண்டு പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ஐயோ எவ்வளவு ஹார்ட் வர்க் பாத்தீங்களா. அதை ரெடி பண்ணி அதை இமேஜின் பண்ணி அதை எவ்வளோ அதுலயே எவ்வளோ ஹார்ட் வர்க் இருக்குது. 152 ആണിനായി. 152 കിലോ ആണ്. അപ്പൊ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഈ ആക്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 155 കിലോ ആണ്, 152 കിലോ ആണിയുടെ ഇടയിലായിട്ട് ഒരുപാട് ആളുകളുണ്ട്, അവരുടെ വെയിറ്റ് കൂടെ ഉണ്ട്. ഇത്രയും വെയിറ്റ് ആണ് ഇദ്ദേഹം താഴെ നിന്ന് ഹോൾഡ് ചെയ്തത്. അതുകൊണ്ടാണ് അത് വെയിറ്റ് കൂടാൻ കാരണം 6 ഇഞ്ച് ആണിയായ കാരണം വെയിറ്റ് കൂടിയത്. ദിസ് ഇസ് ഡെഡിക്കേഷൻ, ഒരു വേറെ ലെവലിലെ ഡെഡിക്കേഷൻ ആണ്. ഇൻസ്പയറിംഗ് ആണ്, കംപ്ലീറ്റ്ലി ഇൻസ്പയറിംഗ് ആണ്. താങ്ക് യു വെരി മച്ച് എൻറ്റയർ ടീം. താങ്ക് യു വെരി മച്ച്. ഓൾറൈറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കുറെ അഡ്മയർ ചെയ്യുന്ന ഒരു സ്ട്രോങ് പവർഫുൾ ആയ ഗ്രൂപ്പിന്റെ പെർഫോമൻസ് ആണ്. ദ സ്റ്റീൽ മാൻസ് പവർ ഗ്രൂപ്പ്.
മാൻ പവർ ഗ്രൂപ്പ് വന്നാൽ വല്ലാത്ത ഒരു ആവേശമാണ്. ജഡ്ജസ് ബ്യൂട്ടിഫുൾ അഗൈൻ സി അവരുടെ പ്രസന്റേഷൻ ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. അവരുടെ കോസ്റ്റ്യൂംസ് ആയാലും ആക്ട്സ് ആയാലും, പിന്നെ ചെറിയ മക്കളാണ് ഈ പെൺകുട്ടികൾ ഇതൊക്കെ ചെയ്യുമ്പം ഇറ്റ്സ് ക്വൈറ്റ് സ്കേറി ആക്ച്വലി. പക്ഷെ എനിക്ക് ഐ കുഡന്റ് അഗ്രി ടു 2-3 acts. That sword, that thing was very scary. I don't know if she was comfortable also. उसकी कमी ये हो गया, उसने वो वहां पर भूल गया कि हार्ड रखना है, वो बिल्कुल सॉफ्ट रखा हुआ. अगर हार्ड रखता तो एकदम उस जाता. So he had to help her. So അത് മതി, ബിക്കോസ് അവര് ചെറിയ മക്കളാണ്. ഓഫ് കോഴ്സ് അമൻജിയുടെ ആ ട്രെയിനിങ്ങിലും, പക്ഷെ അതിനെല്ലാം ഉപരി അവരുടെ ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആൻഡ് ആ പ്രസന്റേഷനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. आपका कॉस्ट्यूम सब इतना ब्यूटीफुल है, स्पेशली दैट स्पेक्स गर्ल, see that blue and white and black, that combination, and so unique. In the Mari costume first time we are seeing, बहुत अच्छा था. Thank you. Especially the starting. Yes. ऊपर चढ़ के उसने वो घुमाया ना, that was very beautiful. Thank you. हर चीज में थोड़ी ट्रेनिंग, I think they need more training. हाँ जी. Training process लाना. Yes. So they have to even learn more. Otherwise it was very nice today. We enjoyed the bike scene. पाव दर्द नहीं हुआ? बिल्कुल भी नहीं. Good, keep it up. Steelman group. Actually, I expected more from you all. ആ പെണ്ണിന്റെ ഇവിടെ ഒരു കത്തി വെച്ച് ഇങ്ങനെ വളച്ചില്ലേ, ഇനി ഇത് പറഞ്ഞതുപോലെ കുറച്ചു പോയെങ്കിൽ കണ്ണു പോയേനെ. ഭയങ്കര ഒരു പേടി തോന്നിയ ഒരു കാര്യമായിരുന്നു. പിന്നെ എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്ക് ഒരു സ്കൂൾ പിള്ളേരെല്ലാം കൂടി എന്തോ ഒരു ഡ്രാമ നടത്തിയതിന്റെ ഒരു അന്തരീക്ഷം പോലെ തോന്നിയുള്ളൂ. Judges, your results please. Gong time. So സ്റ്റീൽമാൻ പവർ ഗ്രൂപ്പ് ഇപ്പോ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇനിയൊരു വേദി നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകുകയാണ് എന്നുണ്ടെങ്കിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണം. All the very best.